അടുത്തത് സ്വദേശി. സ്വദേശി എന്ന് പറഞ്ഞാൽ എന്താ? വിദേശി ആണെങ്കിൽ എല്ലാവർക്കും അറിയാം. സ്വദേശി എന്നാൽ എന്താ? അന്നത് കവി അവിടെ പാടിയപ്പോ നമുക്ക് എന്താ മനസ്സിലായോ? ഇപ്പോഴും അറിയുന്നുണ്ടോ? കവി അപ്പൊ അവിടെ പാടിയത് എന്താന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലായോ? എങ്ങനെ മനസ്സിലായി? എങ്ങനെയാ മനസ്സിലായത്? പ്രളയം വന്നപ്പോ അല്ലേ? പ്രളയം വന്നപ്പോ നമുക്കത് വ്യക്തമായി കവി പാടിയതിന്റെ ആശയമൊക്കെ എന്താന്നുള്ളത് അല്ലേ? അന്ന് എന്താണ് നമ്മള് പല മതത്തിലും ഒക്കെ ഉള്ള ആളുകളാണ്. അന്ന് എന്തായിരുന്നു? പ്രളയം വന്നപ്പോ നമ്മളെന്തായിരുന്നു? മതമൊക്കെ ഉണ്ടായിരുന്നോ? അല്ലേ? ജാതി മത വർണ്ണം ഒന്നും നോക്കാതെ ഒരു കുടക്കീഴിൽ എന്നല്ല, ഒരു പുരക്കീഴിൽ, സോറി ഏത് പറഞ്ഞാലും ആശയം ഒന്നിലേക്കാണ് എത്തുന്നത്. ഒരു കൂരയുടെ കീഴിൽ എല്ലാവരും ഒരുമിച്ച് താമസിച്ചു അല്ലേ? അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഈ വെള്ളപ്പൊക്കം പ്രളയം എന്നീ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്, ദുരിതം പ്രകൃതിയിൽ സംഭവിക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നമ്മൾ ആരൊക്കെ ആലോചിക്കും? പ്രകൃതിയെ കുറിച്ചു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്താണ് പര്യാവരൺ? അറിയാമോ? പര്യാവരൺ എന്താണെന്ന് ആരെങ്കിലും അറിയാമോ? പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ. അല്ലാതെ ഞാനിവിടെ വന്ന് കുറെ കാര്യങ്ങൾ അവിടുന്ന് നോട്ട് ചെയ്ത് വന്നിട്ട് പഠിച്ചിട്ട് പോകുന്ന കാര്യമില്ല. നിങ്ങളും കൂടെ സഹകരിക്കണം. എന്താണ് പര്യാവരൺ? പ്രകൃതിയിലെ പ്രകൃതി സംരക്ഷണം, ഭൂമി സംരക്ഷണം എന്നൊക്കെ പറയൂലേ? അപ്പൊ പര്യാവരണം എന്ന് വെച്ചാൽ ചെറിയൊരു ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാം. പ്രകൃതി സംരക്ഷണം എന്ന് വെച്ചാൽ ചെറിയൊരു ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാം. ശരിയായ അവബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? ശരിയായ അവബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിന് ആര് വിചാരിക്കണം? നമ്മൾ ആധുനികതയിൽ നമ്മുടെ പുരോഗതിയുടെ കുരിശിലാക്കുന്നതിൽ നമ്മൾ പ്രകൃതിയെ മറക്കുന്നു. പ്രകൃതിയെ ഏതെല്ലാം രീതിയിൽ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുന്നു ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ മാറി അതിനെല്ലാം നമുക്ക് തിരിച്ചടി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഭൂമിയെ സംരക്ഷിക്കണം. പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി അമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തെല്ലാം പങ്കുവഹിക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇവിടെ ശ്രീമതി ദിവ്യ വിശദീകരിക്കുന്നത്. ദിവ്യ ഈ വിഷയ അവതരണത്തിനായി ക്ഷണിക്കുന്നു. ഈ സമയം വരെ ഞാൻ അതിനൊരു കണക്കോ കാര്യമോ ഒരാളാണ് ഇതുവരെ ഞാൻ ചെറുപ്പം മുതൽ ഒരു ടൈലറിംഗ് സ്കൂളിലൊക്കെ ചെറുതാകുമ്പോൾ തന്നെ ഞാനൊരു 7ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞതിൻ്റെ അച്ഛൻ്റെ കൂടെ ടൈലറിംഗ് എല്ലാം പഠിച്ച് പിന്നെ ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും ഒരു പരിപാടി ഇന്ന് ഞാൻ സ്കൂളിലേക്ക് വരാൻ പറഞ്ഞപ്പം 1-2 ചേച്ചിമാരുടെ അടുത്ത് പറഞ്ഞത്, എടീ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ അങ്ങനെ വരണ്ടേ, സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ സ്കൂൾ വണ്ടിയിലെങ്കിലും വരും, അല്ലാതെ ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ 9 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ എപ്പോൾ പോരണം, അപ്പം വണ്ടിയൊക്കെ വിളിച്ച് പോരണ്ടേന്ന്. അപ്പോൾ എന്താണ് ഇവരെ കയ്യിൽ ഈ സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം? അവർക്ക് ജോലി ഇല്ലായിട്ടല്ലേ? ഈ ജോലി ഈ നാട്ടിൽ ഇല്ലായിട്ടാണോ? ഇവിടെ ജോലിക്ക് പോകണ എത്ര ആളുകളുണ്ട്? ബാക്കി ടീച്ചേഴ്സ്
ജോലിക്ക് പോണ ആളുകളല്ലേ, എന്താണ് ചേച്ചി ചേച്ചീൻ്റെ അനുഭവങ്ങൾ പറഞ്ഞല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ എന്താ വെച്ചാൽ ചേച്ചി കഷ്ടപ്പെട്ട് അങ്ങനെ സ്വയം ചെറുപ്പത്തിലേ അങ്ങനെ വളർന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളെയും കൂടെ അങ്ങനെ വളർത്തിയിട്ട് അപ്പോൾ ഇപ്പൊ കുട്ടികൾ തരക്കേടില്ലാത്ത ഒരു അവർക്ക് കുഴപ്പമില്ലാത്തൊരു സാമ്പത്തിക ഭദ്രത ഒക്കെ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇപ്പൊ അവര് എന്താ പറയാ വിദേശത്താണ്, പക്ഷെ അത് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലോ നമ്മുടെ ഭാരതത്തിന് അതൊരു വളർച്ചയാണ്. ശരിക്കും നമ്മളെ മക്കള് വിദേശത്ത് പോയി ജോലി ചെയ്യുമ്പോൾ വളരുന്നത് വിദേശ രാജ്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ പല ആളുകളും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ എല്ലാവരും വിദേശത്ത് പോയി ജോലി ചെയ്യും, വിദേശത്ത് പിന്നെ ഫാമിലിയായിട്ട് വിദേശത്ത് പോയി താമസിക്കും. അപ്പൊക്കെ വളർച്ച ഉണ്ടാവുന്നത് ആർക്കാണ്? വിദേശ രാജ്യങ്ങൾക്കാണ്. അതേ സ്ഥാനത്ത് നമ്മളെ നാട്ടിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യും. പിന്നെ ഒരു ദേശത്ത് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ജോലി ചെയ്യാൻ ഓരോട് എപ്പോഴും പറയുന്നത്, എനിക്ക് നിങ്ങൾ ഒന്നേക്ക് ഒരു സമ്പാദ്യം തരാനുള്ളൂ, പിന്നെ അല്ലേ അച്ഛൻ അതിനെപ്പറ്റി പറയാനോ അമ്മേനെ പറ്റി എന്തെങ്കിലും പറയിപ്പിക്കാൻ നിങ്ങൾ ഇടവരുത്തരുത്, അല്ലെങ്കിൽ പിന്നെ മക്കളാണ്. അതൊക്കെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഇതായതുകൊണ്ട് അതേ മാത്രം എനിക്ക് നിങ്ങൾ ഒരു സമ്പാദ്യം തന്നാൽ വേറെ ഒന്നും എനിക്ക് സമ്പാദ്യം വേണ്ട. അത് ഈ ഒരു സമയം വരെ ഒരു നേടി തന്നിട്ടുണ്ട്. നാളെ എന്ത് സംഭവിക്കുന്നുള്ളതെനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഞാൻ പഠിക്കും വേദവയത്തോടെ എന്റെ കുടുംബം നടത്തും. പ്രകൃതിക്ക് അനുയോജ്യമായ ജീവിതശൈലി സ്വായത്തമാക്കുകയും ഭാരതത്തിന്റെ പൗരധർമ്മം പാലിക്കുകയും ചെയ്യും. കുടുംബത്തിന്റെയും സമാജത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അതുപോലെ ലോകത്തിന്റെയും മംഗളത്തിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്നിലെ സപ്തശക്തികളെയും ജാഗരണം ചെയ്യുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഭാരത്